അതൊന്ന് പിടിക്കും ഈ ഫോൺ ആരാ ഒന്ന് വിട്ടായ വേഗം അത് പിടിക്കും ഒന്ന് സൈഡിൽ നിൽക്കുക. അവര് മൊത്തം അങ്ങനെ വന്നിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് കയറി. തട്ടുമുടിക്കാൻ സമയം കാണും. 8 വയസ്സായ കുട്ടി മരിച്ചിട്ട് എന്നൊരു വിദ്യാർത്ഥി
കേരളമാകെ പ്രതിഷേധം. കേരളമാകെ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങളറിഞ്ഞു. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. നാട്ടുകാരെ നിങ്ങളറിഞ്ഞു. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. കൊല്ലത്തേവര സ്കൂളിൽ. കൊല്ലം ദേവര സ്കൂളിൽ. കൊല്ലത്തേവര സ്കൂളിൽ. കൊല്ലം ദേവര സ്കൂളിൽ. സർക്കാരിന്റെ അനാസ്ഥമൂലം. സർക്കാരിന്റെ അനാസ്ഥമൂലം. സർക്കാരിന്റെ അനാസ്ഥമൂലം. സർക്കാരിന്റെ അനാസ്ഥമൂലം. എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി. എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി. എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി. എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി. കരിച്ചു മരിക്കുന്നു. കടിച്ചു മരിക്കുന്നു. കരിച്ചു മരിക്കുന്നു. കടിച്ചു മരിക്കുന്നു. അയ്യയ്യയിൽ നാണക്കേട്. കേരളമാകെ നാണക്കേട്. കേരളത്തിലെ മന്ത്രിപ്പടകൾ. കേരളത്തിലെ മന്ത്രിപ്പടകൾ കുംഭകരിച്ച് നടക്കുമ്പോൾ കുംഭകരിച്ച് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കൃഷ്ണൻകുട്ടി അയ്യയ്യ ഇത് നാണക്കേട്. രാജിവെക്കോ പുറത്തു പോകും. വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി പാവൻ ജീവന വിലയില്ലേ. പാവൻ ജീവന വിലയില്ലേ. ബിജെപിയുടെ പ്രതിഷേധം. ബിജെപിയുടെ പ്രതിഷേധം. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. പ്രതിഷേധം പ്രതിഷേധം. പ്രതിഷേധം പ്രതിഷേധം. പ്രതിഷേധം പ്രതിഷേധം. കേരളമാകെ പ്രതിഷേധം. കേരളമാകെ പ്രതിഷേധം. കേരളമാകെ പ്രതിഷേധം. കേരളമാകെ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. കൊല്ലം ദേവര സ്കൂളിൽ. കൊല്ലം ദേവര സ്കൂളിൽ. സർക്കാരിന്റെ അനാസ്ഥമുണ്ട്. സർക്കാരിന്റെ അനാസ്ഥമുണ്ട്. എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി. എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഷോക്കടിച്ചു മരിക്കുന്നു. ഷോക്കടിച്ചു മരിക്കുന്നു. നാട് മുഴുവൻ കേറുമ്പോൾ. നാട് മുഴുവൻ കേറുമ്പോൾ. കേരള നാട്ടിലെ മന്ത്രിപ്പടകൾ. കേരള നാട്ടിലെ മന്ത്രിപ്പടകൾ തുടിച്ചു നടക്കുന്നു. തുടിച്ചു നടക്കുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികളെവിടെ. നമ്മുടെ നാട്ടിലെ കുട്ടികളെവിടെ. ഷോക്കടിച്ചു മരിക്കുമ്പോൾ. ഷോക്കടിച്ചു മരിക്കുമ്പോൾ. കട്ടുമുടിക്കാൻ സമയം കാണും. കട്ടുമുടിക്കാൻ സമയം കാണും. വൈദ്യുതി മന്ത്രി ഊരാച്ചി. വൈദ്യുതി മന്ത്രി മൂരാച്ചി. വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി. വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി. രാജിവെച്ച് പുറത്തു പോണം. രാജിവെച്ച് പുറത്തു പോണം. രാജിവെച്ച് പുറത്തു പോണം. രാജിവെച്ച് പുറത്തു പോണം. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. പ്രതിഷേധം പ്രതിഷേധം. ബിജെപിയുടെ പ്രതിഷേധം. കേരളമാകെ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. കൊല്ലം ദേവര സ്കൂളിൽ. കൊല്ലം ദേവര സ്കൂളിൽ. സർക്കാരിന്റെ അനാസ്ഥമൂലം. സർക്കാരിന്റെ അനാസ്ഥമൂലം. എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഷോക്കടിച്ചു മരിക്കുന്നു. ഷോക്കടിച്ചു മരിക്കുന്നു. നാട് മുഴുവൻ കേറുമ്പോൾ. അയ്യയ്യ ഇത് നാണക്കേട്. അയ്യയ്യ ഇത് നാണക്കേട്.
കേരളനാട്ടിൻ മന്ത്രിപ്പടകൾ പകലറ്റ് നടക്കുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇവിടെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇവിടെ സോക്കടിച്ച് മരിക്കുമ്പോൾ കട്ടുമുടിക്കാൻ സമയം കാണും. കട്ടുമുടിക്കാൻ സമയം കാണും വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി അവൻ ജീവന വിലയില്ലേ പാവൻ ജീവന വിലയില്ലേ പാവൻ ജീവന വിലയില്ലേ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം കൊല്ലന്തേവരെ സ്കൂളിൽ മൂലം ഇന്നൊരു വിദ്യാർത്ഥി കടിച്ചു മരിച്ചതല്ല ഒന്നതാണ് KSCB. അയ്യയ്യ ഇത് നാണക്കേട് രാജിവെച്ചോ പുറത്തു പോകും മനം കെട്ടൊരു വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി മൂലാച്ചേ എന്നോടാണ് പറയുന്നത് ജയ് BJP. ജയ് ഭാരത് മാതാ. ജയ് BJP. പ്രതിഷേധം കേരളമാകെ പ്രതിഷേധം നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ കൊല്ലന്തേവരെ സ്കൂളിൽ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി കടിച്ചു മരിക്കുന്നു നാട് മുഴുവൻ കേൾക്കുമ്പോൾ കേരളനാട്ടിലെ മന്ത്രിപ്പടകൾ BJP
ഇവിടെ വെള്ളം എടുത്ത് അവിടെ പോയി തിരിച്ചു പൊടി മാത്രം ഒന്ന് മാറ്റി സമരം പിൻവലിയെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടന്നു വരുന്ന ഈ ജനദ്രോഹ സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയാണ് പോലീസ് ഭരണകൂടം. ഇവിടുത്തെ മന്ത്രിപ്പടകൾ മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടുകൂടി അതിലെ കണ്ടത് കോട്ടയത്തെ ഒരു വീട്ടമ്മ ദാരുണമായി കൊല്ലപ്പെട്ടു. ഇന്ന് കേരളത്തിലെ ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങളാണ്. പല ആശുപത്രി കെട്ടിടങ്ങളും ഇടിഞ്ഞ് പൊളിഞ്ഞ് ജീർണിച്ച് വീഴുന്നു. പല ആളുകളും രോഗികൾക്ക് കൂട്ടിരിക്കുന്ന ആളുകൾ മരണമടയുന്നു. ദാരുണമായ
ദാരുണമായ സംഭവമാണ് കേരളത്തിൽ നടമാടുന്നത്. ഇന്ന് നമുക്കറിയാം, കൊല്ലത്ത് നടന്നിട്ടുള്ള അതിദാരുണമായിട്ടുള്ള പിഞ്ചു പൈതൽ, ഒരു 8 വയസ്സ് മാത്രം 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് മരണമടഞ്ഞത്. ആ ഉത്തരവാദിത്തം ആരാണ്? ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മേലിൽ ഹൈ ടെൻഷൻ പവർ ലൈൻ, ആ പോകുന്ന ലൈനിൽ ആ വിദ്യാർത്ഥി അതിദാരുണമായി വധിക്കപ്പെടുകയാണ് ചെയ്തത്. കൊലപ്പെടുത്തുകയാണ് ഇവിടുത്തെ സർക്കാർ. ആ ഇടതുപക്ഷ സർക്കാർ ജനദ്രോഹപരമായിട്ടുള്ള സർക്കാർ. ജനങ്ങളോട് ഒപ്പമല്ല, ജനത്തിന് വിരുദ്ധമായിട്ടുള്ള ജനവഞ്ചകരാണ് ഈ സർക്കാർ. അഴിമതിയുടെ അരങ്ങായിട്ടുള്ള ഈ സർക്കാർ കേരളത്തിൽ മുഴുവൻ ജനാധിപത്യ സമരങ്ങളെയും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന സമരങ്ങളെ മുഴുവൻ ഇതുപോലുള്ള ജലപീരങ്കി കൊണ്ടും ലാത്തിത് കൊണ്ടും പോലീസിന്റെ കേസ് കൊണ്ടും പല ആളുകളെ മൃതപ്രായരാക്കി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമരങ്ങളെ അടിച്ചൊതുക്കുകയാണ്. ഇതുകൊണ്ടൊന്നും കേരളത്തിൽ ജനരോക്ഷം അടങ്ങുകയില്ല, പ്രതിഷേധം തീരുകയില്ല. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയില് ഇന്ന് ഇവിടെ അധ്യക്ഷനായി ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത് പാർട്ടിയുടെ അനിഷേധ്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ AK ഓമനക്കുട്ടൻ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മൾക്കേവർക്കും സുപരിചിതനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ പ്രശാന്ത് ശിവൻ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ മധു, ശ്രീ പ്രഭാകരൻ, ശ്രീമതി ബിന്ദു, ശ്രീ ഉഷ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീമതി രമേശ്, ശ്രീമാൻ രമേശ്, അതുപോലെ ഓമനക്കുട്ടൻ, മോഹൻദാസ്, അതുപോലെ ശശി, മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാർക്കും മുഴുവൻ സമരഭടന്മാർക്കും പാർട്ടിയുടെ മണ്ഡലം ജില്ലാ ഭാരവാഹികൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് സമരഭടന്മാർക്ക് മുഴുവൻ ആ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷനായി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സമരത്തിന് വന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരും ഈ സമരത്തിന്റെ അടുത്തേക്ക് വരണം. ആശുപത്രിക്ക് മുന്നിലുള്ള ആളുകൾ, BJP പ്രവർത്തകർ, എല്ലാ ആളുകളും സമരത്തിന്റെ മുന്നിലേക്ക് വരേണ്ടതാണ്. ആശുപത്രിയിൽ തടസ്സം സൃഷ്ടിക്കരുത്. ഒരു കാരണവശാലും പോലീസുകാർക്ക് അതൊന്നുമില്ല. പോലീസ് ആശുപത്രിക്കകത്തിലാണ് ജലപീരങ്കി, ആംബുലൻസ് വരുമ്പോഴും ജലപീരങ്കി പ്രയോഗിക്കുന്ന ആളുകളാണ് പോലീസ്. മനുഷ്യത്വം പറഞ്ഞൊരു സാധനമില്ലാത്ത ആളുകളാണ്. നമ്മൾ അതുപോലെ ആവരുത്. നമ്മൾ മുഴുവൻ ആളുകളും BJPയുടെ സമരവേദിയിലേക്ക് എത്തേണ്ടതാണ്. പ്രിയ, ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ ആദരണീയ പാലക്കാട് ജില്ലയുടെ BJPയുടെ EST ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് ശിവൻ അവർ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഷൺമുഖൻ അവർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ മധു, പ്രഭാകരൻ, വേണു, അതുപോലെ തന്നെ ബിന്ദു, അതുപോലെയുള്ള ജില്ലാ കാര്യകർത്താക്കൾ, BJPയുടെ മണ്ഡലം കാര്യകർത്താക്കൾ, മറ്റ് സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികൾ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് തേവരക്കര എന്ന സ്ഥലത്ത് CPM പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള വിദ്യാലയം, ആ വിദ്യാലയത്തിൽ ഒരു പിഞ്ച് കുഞ്ഞ് വൈദ്യുതാഘാതമേറ്റ് കരിഞ്ഞ് പിടഞ്ഞു വീണ ഒരു സംഭവം. അത് മരണമാണോ കൊലപാതകമാണോ എന്ന് തീരുമാനിക്കുന്നത് ഇന്നത്തെ നാട്ടിലെ ജനതയാണ്. സർക്കാർ പറയുന്നത് അത് മരണമാണെന്നാണ്. ഈ നാട്ടിലെ ജനത മുഴുവൻ പറയുന്നത് അത് കൊലപാതകമാണ്. ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഇവിടെ മൂക്കിന്റെ തലപ്പിൽ നിൽക്കുന്ന ശ്രീ കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടിയാണ് ഉത്തരവാദി. കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്ന് മാത്രമല്ല, കൊലക്കുറ്റത്തിന് കേസെടുക്കണം അദ്ദേഹത്തിനെതിരെ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. എല്ലാ കരാറിലും 10% കമ്മീഷൻ പറ്റി കാട്ടുകള്ളൻ മാത്രമാണ് കൃഷ്ണൻകുട്ടി എന്നാണ് ചിറ്റൂരിലെ ജനത അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചത്. പക്ഷേ കാട്ടുകള്ളൻ മാത്രമല്ല, സാധാരണക്കാരായ ആളുകളെ, കർഷകരെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ,
കറണ്ട് ഉപയോഗിച്ച് കൊല്ലുന്ന കൊലപാതകി കൂടിയാണ് ശ്രീ കൃഷ്ണൻകുട്ടി. ആ കൃഷ്ണൻകുട്ടിക്കെതിരെയുള്ള സമരം അത് BJPയുടെ ഒരു സാമ്പിൾ സമരമാണ്. ഇവിടെ സാമ്പിൾ സമരമാണ് ഇവിടെ നടന്നത്. ഞങ്ങൾ അങ്ങനെ കയ്യും കെട്ടിയിരിക്കും എന്ന് വിചാരിക്കണ്ട. കോൺഗ്രസ് പാർട്ടിയുടെ പോലെ നിസാരമായി സമരം നടത്താൻ, സമരത്തിന് വേണ്ടി സമരം നടത്തുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. പാർട്ടി ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരടി ഉയരമുള്ള വാഴകൾ, ആ വാഴ വലുതായി കറണ്ട് ലൈനിൽ തട്ടിയാൽ കറണ്ടിന് ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വാഴ നശിപ്പിച്ച കൃഷ്ണൻകുട്ടി ഇല്ലേ? കഴിഞ്ഞ ദിവസം 100 തവണ ആവശ്യപ്പെട്ടു. ഒരു ലൈൻ എന്റെ മുന്നിലൂടെ പോകുന്നുണ്ട്, ആ മുന്നിലൂടെ പോകുന്ന ലൈൻ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടുടമസ്ഥൻ മരണപ്പെടുന്നതുവരെ ഈ കൃഷ്ണൻകുട്ടിയുടെ KSEB കാത്തിരുന്നു. വെറും കൊല്ലകൾ മാത്രം നടത്തുന്ന കൃഷ്ണൻകുട്ടി. നിങ്ങൾക്കെതിരെയുള്ള സമരം, ആ സമരം ഇതൊരു തുടക്കമാണ്. മറ്റൊരു മന്ത്രിയുണ്ട് നമ്മൾക്ക്, ലജ്ജ തോന്നി തല താഴ്ത്തേണ്ട ഒരു മന്ത്രി. പേര് തന്നെ ഒരു വിചിത്രമാണ്. ചിഞ്ചു റാണി എന്ന പേര്. ചിഞ്ചു റാണി എന്ന പേര്. ആ പിണറായി വിജയൻ ചെയ്ത ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്ത മന്ത്രിമാരിൽ യോഗ്യതയുള്ള ഒരേ ഒരു മന്ത്രി അത് ചിഞ്ചു റാണിയാണ്. കാരണം അദ്ദേഹത്തിന് മനുഷ്യത്വം, ആ സ്ത്രീക്ക് മനുഷ്യത്വമില്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത സ്ത്രീക്ക് മൃഗസംരക്ഷണം തന്നെ കൊടുക്കണമെന്ന് തീരുമാനിച്ചു. മനുഷ്യരെ സംരക്ഷിക്കാൻ ഒരു കൽപ്പമില്ലാത്തൊരു മന്ത്രി. ആ ചിഞ്ചു റാണി പറയുകയാണ്, എന്തിനാ കുഞ്ഞ് മേലെ കയറിയേ, എന്തിനാ ആ കുഞ്ഞ് നേരത്തെ വന്ന്, ആ കുഞ്ഞെന്തിനാ ചെരുപ്പെടുത്തെറിഞ്ഞ്? നിങ്ങൾക്കും നിഷാദ് എന്ന കുഞ്ഞില്ലേ? ആ കുഞ്ഞിന് അവർക്കൊരു പേരക്കുട്ടിയില്ലേ? ആ കുട്ടിയാണിത് ചെയ്തതെങ്കിൽ നിങ്ങൾ സുംബ ഡാൻസ് കളിക്കാൻ പോകുമായിരുന്നോ? നിങ്ങൾ ഒരു മനുഷ്യത്വം തൊട്ടുകൊണ്ടാത്ത ചിഞ്ചു റാണി ഈ കസേരയിൽ ഇരിക്കാൻ ഒരു നിമിഷം പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആ സ്ത്രീ. ഈ രണ്ടുപേരും മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം. ആ പുറത്താക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി ആദരണീയ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് ശിവൻ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ AK ഓമനക്കുട്ടൻ അവർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ N ഷൺമുഖൻ അവർ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ ശ്രീ മധു, K വേണു, G പ്രഭാകരൻ, ശ്രീമതി KM ബിന്ദു, ഉഷ ബാലചന്ദ്രൻ, T ബേബി, ശ്രീമതി സുമതി അവർ ജില്ലാ സെക്രട്ടറി, മറ്റു പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ രമേഷ് കുമാർ, ശ്രീ AK മോഹൻദാസ്, ശ്രീ M ശശികുമാർ, നിർമ്മൽ കുമാർ, വിജേഷ്, KR പ്രശാന്ത്, മറ്റു ഗിരീഷ് ബാബു, ശ്രീ G സുജിത്ത് തുടങ്ങി പാർട്ടിയുടെ മണ്ഡല അധ്യക്ഷന്മാര്, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ K ഷിനു, മറ്റു പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളം മുഴുവൻ പിണറായി വിജയനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ മരണത്തിന്റെ വ്യാപാരിയാണോ എന്നാണ് കേരളം മുഴുവൻ പിണറായി വിജയനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഒരു സ്ത്രീ, കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണുകൊണ്ട് ഒരു വീട്ടമ്മ മരണപ്പെട്ടു. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുകയാണ്, ഇവിടെ ശസ്ത്രക്രിയ ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളില്ല, ആശുപത്രിയിൽ വേണ്ടത്ര സംവിധാനങ്ങളില്ല, രോഗികളിൽ നിന്ന് കാശ് വാങ്ങി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങേണ്ട ഗതികേടിലാണ് നമ്പർ 1 കേരളമെന്ന്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ പറയുകയുണ്ടായി, കേരളത്തിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇന്നലെ കൊല്ലത്ത് അതിദാരുണമായ സംഭവമാണ്. ലോകത്തൊരിടത്തും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് കേരളത്തിൽ ഇന്നലെ നടന്നത്. സ്കൂളിലെ തന്റെ സഹപാഠികളോടൊപ്പം ഈ ലോകം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ തന്റെ സഹപാഠികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പിഞ്ചുബാലൻ, 13 വയസ്സ് മാത്രമാണ് പ്രായം. ആള് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലെ ചെരുപ്പ് മുകളിലോട്ട് എറിഞ്ഞത് എടുക്കുവാനായി ആ ഷെഡിലേക്ക് കയറുകയാണ്. ഞാനിവിടെ ചോദിക്കുകയാണ്, ഒരു സാധാരണക്കാരൻ ഒരു വീട് കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നൂലാമാലകളിലൂടെ കടന്നു ചെന്നുകൊണ്ടാണ് ഒരു വീടിനുള്ള അനുമതി പത്രം കിട്ടുക? തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് NOC വാങ്ങണം, ഫിറ്റ്നസ് നോക്കണം, വേസ്റ്റ് മാനേജ്മെന്റ് നോക്കണം. ആ സ്കൂളിന് ഇതൊന്നും ബാധകമല്ല. ഇടതുപക്ഷത്തിന്റെ മാനേജ്മെന്റ് ഭരിക്കുന്ന ആ സ്കൂളിനകത്ത് ഇതൊന്നും ബാധകമല്ല, ഒരു നിയമവും ബാധകമല്ല. ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ ഒരു ഷെഡ്, ആ ഷെഡിന് മുകളിലൂടെ ഹൈ വോൾട്ടേജ് ലൈന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഹൈ വോൾട്ടേജ് ലൈന് പോകണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വീട്ടുകാരുടെ പെർമിഷൻ വേണ്ടേ? എന്തിനേറെ പറയണം, സ്കൂളിന്റെ ഷെഡിന്റെ മുകളിൽ നിന്ന് ആ ലൈനിലോട്ടുള്ള ദൂരം എത്രയാണ്? ഇതെങ്ങനെയാണ് അനുവാദം ഇവര് നൽകിയത്? ഇതാരാണ് ഇവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? നിങ്ങളുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം, കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ പരാജയം ഒന്നുകൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഒരമ്മയ്ക്ക് ഒരച്ഛന് മകനെ നഷ്ടപ്പെട്ടത്, ഒരു നാടിനൊരു പിഞ്ചു കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ഈ കേരളം മുഴുവൻ മലയാളികളും വേദനയോടെ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇത്തരത്തിൽ മുഴുവൻ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ, ഇവിടുത്തെ CPM സർക്കാർ കൊന്നതാണ് ഞങ്ങളുടെ പിഞ്ചു സഹോദരനെ. ഇതിന് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇവിടെ കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് വയനാട്ടിലെ സ്കൂളിൽ പാമ്പ് കടിയേറ്റൊരു പിഞ്ചുകുട്ടി മരണപ്പെട്ടത്. കൊല്ലം ജില്ലയിൽ സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്തേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകാത്തത്? പോട്ടെ, ഇന്നലെ ഇത്തരത്തിൽ ഒരു പിഞ്ചുകുട്ടി അത് ദാരുണമായി മരണപ്പെട്ട സമയത്ത് അതേ ജില്ലയിൽ നിന്നുള്ള മന്ത്രി, കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയും അതേ വേദിയിൽ വെച്ച് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷമാണ് ഇവർ സൂംബ നൃത്തം ചവിട്ടുന്നത്. റോമാ നഗരം കത്തിയെറിയുമ്പോൾ വീണ വായിച്ച ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ പിഞ്ചു കുട്ടി പിടഞ്ഞ് മരിച്ച സമയത്ത് ജീവന് വേണ്ടി കേണുകൊണ്ട് ആ ഷോക്കേറ്റ് മരണമടയുന്ന സമയത്ത് കേരളം ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ മന്ത്രി സൂംബ നൃത്ത ചുവടുകളുമായി ആഘോഷിക്കുകയാണ്. കാരണം ഇവർ ചെയ്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി മരണങ്ങൾ കേരളത്തിലുണ്ടായിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാത്ത സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഞങ്ങൾക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾക്കെതിരെ ചോദ്യങ്ങളുമായി കേരളത്തിലെ ജനങ്ങൾ ഈ കേരളത്തിന്റെ തെരുവീഥികളിൽ ഉണ്ടാവും. നിങ്ങള് ഈ ചോരക്കറ, മിഥുനിന്റെ ചോരക്കറ നിങ്ങളുടെ കൈകളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോരക്കരയ്ക്ക് കണക്ക് ചോദിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഈ കേരളത്തിന്റെ തെരുവീഥികൾ ഉണ്ടാവുമെന്ന് മാത്രം നിങ്ങളെ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്തോളൂ, ഇനിയും ഇത്തരത്തിലുള്ള ഭരണവുമായി, ഈ കിരാത ഭരണവുമായി
നിങ്ങൾ ഈ കേരളത്തിന്റെ തെരുവുകളിലൂടെ ഈ ഭരണവുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്കെതിരെ അതിശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മള് മാർച്ചാണ്, യഥാർത്ഥ മാർച്ചാണ്. അപ്പൊ യഥാർത്ഥ മാർച്ചിലേക്ക് കിടക്കാം.
സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാർ ബിജെപിയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശിവന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 11:12 കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധവുമായി അവർ ജലനീതി പ്രയോഗം പ്രശാന്ത് ശിവനടക്കമുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിടുന്നവരെ നമ്മുടെ ഭാഗത്തുള്ള സംവിധാനങ്ങളുണ്ടാവും. പോലീസ് സ്റ്റേഷനോട് സംസാരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിടാത്ത പക്ഷം അതിശക്തമായ പ്രതിഷേധവുമായി ശക്തമായ പ്രതിഷേധമാണ്. 4 തവണയാണ് പോലീസിനെ ജലപീരങ്കി പ്രയോഗിച്ചത്. അതൊന്നും മുന്നോട്ട് പോകാതെ ബിജെപി കാരണം ഒരു കുട്ടി മരണപ്പെട്ടിട്ട് അത് മരണമെന്ന് പറയുന്നത് ജോലിയെ സംബന്ധിക്കും ഇവിടുത്തെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതി വൈദ്യുതി വകുപ്പ് മന്ത്രി MLA ഓഫീസിലോട്ടുണ്ടായ മാർച്ച്, സമാധാനപരമായ മാർച്ച് വരുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് തീർച്ചും യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോഴാണ് അത് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ പ്രവർത്തകന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തകന്മാരെ വിടുന്നത് വരെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. പാർട്ടിയുടെ നേതാക്കന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകന്മാരെ വിട്ടില്ലെങ്കിൽ തുടർന്ന് വളരെ ശക്തമായ പ്രതിഷേധം പാർട്ടിയുടെ ഭാഗത്തുണ്ട്.
KSCB-യുടെ ലൈന് കെട്ടിടത്തിന്റെ മുകളിൽ, അതായത് നടക്കുന്ന റോഡിന്റെ സമീപത്തുള്ള കെട്ടിടത്തിന് മുകളിൽ ഇപ്പോഴും ആ ഓടി കുട്ടിക്കൊണ്ട് KSCB-യുടെ ലൈൻ കടന്നു പോകുന്നത് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രതിഷേധിക്കുന്ന BJP പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തമായ